കടമ, പിന്നെ തരാൻ ആരുമില്ലല്ലോ നമുക്ക്. ചേച്ചി അത് ഭാഗ്യവതി എന്ന് പറഞ്ഞു കഴിഞ്ഞു നീതു. അതെ അതെ, ഭാഗ്യവതി തന്നെയാണ്. ഈ പറഞ്ഞ നീതു പറഞ്ഞില്ലേ ഭാഗ്യവതിയാന്ന്, അതേപോലെ തന്നെ ഞാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു സ്ത്രീ എൻ്റെ മുഖത്ത്, നമ്മൾ അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയി, നല്ല എല്ലാ കാര്യം ചെയ്തു കൊടുക്കുക. പക്ഷെ ഒരു സ്ത്രീ എന്നാ ഞാനത് ചിന്തിക്കലുണ്ട്. ഞാനത് ഏട്ടനോട് പറഞ്ഞു, എന്നോട് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിന്നെ പോലെ ഭാഗ്യം കെട്ടോളല്ല ഇനി നമ്മളാണ് ഭാഗ്യത്തിൽ ജനിച്ചാള്, നമ്മളെല്ലാം ഭാഗ്യം കൊണ്ടുവന്നതാണ്. നിന്നെപ്പോലെ ഭാഗ്യം കെട്ട്, നിങ്ങൾക്ക് ഭാഗ്യമില്ല, നിങ്ങൾക്ക് എപ്പം കഷ്ടപ്പെടാനോ ഭാഗ്യം. എൻ്റെ മുഖത്ത് നോക്കി. പക്ഷെ ഞാൻ ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞു അതെ നന്നായി, നമ്മളെപ്പോലത്തെ ഇതൊന്നും നിങ്ങൾക്കായി പോണ്ടാണ്. നമ്മളെ സ്വന്തം കഴുത്തിൽ കൈയിട്ട് നടക്കുന്ന ഒരു വ്യക്തി എന്നോട് മുമ്പ്, നമ്മളെ അടുത്ത്, അതെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ത്രീ എന്നോട് എന്നും പറയാറ്, എന്നും ഇതന്നെയാ പറയല്, നിന്നെ ഭാഗ്യമില്ലാത്തോളാണ് നീ. അപ്പൊ അവരെല്ലാം ഇതിൽ കളിച്ചിട്ടുണ്ട്, കുറേ കളി കളിച്ചിട്ടുണ്ട് എന്നെ കൊടുക്കാൻ. അപ്പൊ അവരോട് ഞാൻ പറയാ, ഇപ്പം കണ്ട അതാണ് ദൈവനിശ്ചയാണ്. ഒരാളെയും ഒരിക്കലും നമ്മൾ ഒരാളെയും നമ്മൾ അപമാനിക്കാനും പാടില്ല. മറ്റുള്ള ആളെ ജീവിതത്തിൽ കയറി പിന്നെ